ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റെസിപ്പി സിബ്ലിങ്സ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലക്സിലെ ഗ്രേറ്റ് സ്കൂൾ ബ്രേക്കൗട്ട് എന്ന ഗെയിമാണ്. അപ്പം ഗെയിം പ്ലേയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കമൻറ്റ് ചെയ്യാം. ഞങ്ങളെല്ലാ കൊണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പറഞ്ഞാൽ ഞങ്ങളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഈസി ഉണ്ട്, ഹാർഡും ഉണ്ട്. ഈസി കൊടുക്കാം, നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ആദ്യം കളിക്കാം. ഇവിടെ എന്തോ ചെയറിലൊക്കെ എന്തോ ഇത് നമുക്ക് ചെയർ എടുക്കാം. ഒരു വെൻ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ചെയർ കയറി പോവാണ്. ചെയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ദേവ്ലോസ് ഉണ്ട്, പക്ഷേ ദേവ്ലോസ് കയറുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ദേവ്ലോസ് താണ്ട കയറുന്നതേ ഉള്ളൂ. എനിക്കിവിടെ ചെറിയൊരു എനിക്ക് പണിയാണ്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതൊരു ഓബിയാണ്. ഇതുപോലത്തെ ഓബീസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മുടെ ദേവളൂസ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് മിസ് നമ്മളെന്തായാലും ചാടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ സൂം ഔട്ട് ആവത്തില്ല നമുക്ക്. അതുകൊണ്ട് ദേവളൂസ് അടുത്ത് വരുന്നേ ഉള്ളൂ. നമുക്കിവിടെ ഫുള്ളായിട്ട് സൂം ഔട്ട് ആവത്തില്ല. നമുക്ക് ഇതുപോലെയാണ് കാണുന്നത്. സൂം ഔട്ട് ആവാനും നല്ലതായിരുന്നു, കുറച്ചുകൂടെ സിമ്പിളായിട്ട് കളിക്കായിരുന്നു. ഗായ്സ്, ഇവിടെ ഒരു കണ്ണിന്റെ ചിഹ്നം ഉണ്ടായിരുന്നു. അയ്യോ, കൊള്ളാം ഗായ്സ്, അമേസിങ്. പക്ഷെ എനിക്ക് ഇങ്ങനെ കളിക്കുന്നതിന് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നി. ഞാൻ കൊള്ളാം. പിന്നെയും ഞാൻ പോകുന്നുണ്ട്. ദേവളോസ് അങ്ങ് പോയെന്ന് തോന്നുന്നു. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ബാക്കി പോവാം. എനിക്ക് കുറച്ചും കൂടെ കംഫോർട്ടബിൾ ഇങ്ങനെ കളിക്കുന്നതാണ്. ഒരു സ്വിച്ച് ഉണ്ട്, ഞെക്കിയിട്ടുണ്ട്. അങ്ങോട്ടല്ല. ഓക്കെ, ജസ്റ്റ് മിസ് ഗായ്സ്. എത്തിയിട്ടുണ്ട്. ഓക്കെ, എത്തി. നമുക്ക് ഇനി ഏണി കയറാം. ഇവിടെ എന്തോ ഇങ്ങനെ എങ്ങനെ പോകും? സ്വിച്ച് ഉണ്ട്, എലവേറ്റർ എന്ന് പറഞ്ഞ സ്വിച്ച്. അവിടെ ആരെങ്കിലും ഞെക്കണം. അപ്പൊ നീ ഞെക്കണം. അല്ല, താഴോട്ട് വരും. ഇപ്പൊ ഞെക്കിയപ്പോഴും സെറ്റായി. നമുക്ക് താഴോട്ട് മേലോട്ടൊക്കെ വരുന്നുണ്ട്. എലിവേറ്റർ കഴിഞ്ഞതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് താഴോട്ട് പോകുന്നത് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മള് കളിച്ചോണ്ടിരിക്കുന്ന നേരത്തെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കളിച്ചോണ്ടിരിക്കുന്ന നേരത്തെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഏണി വെച്ച് കയറാൻ പറ്റും. ഏണി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ സൂം ഔട്ടാക്കി കാണിച്ചതാണ്. അപ്പൊ അതാണ്ട് ഞാൻ ഇവന്റ് കയറി. നമ്മള് പ്രതീക്ഷിക്കുന്ന സമയത്ത് താഴോട്ട് സാധാരണ താഴോട്ടേക്ക് തന്നെ പോകും. പക്ഷെ ഇത് നമ്മൾ നടന്നിറങ്ങണം. ഇത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല സത്യം. ഇപ്പൊ നമ്മള് കണ്ടുപിടിച്ച് വെന്റ് അവിടെ താഴോട്ട് പോയിരിക്കും. ദേവ്ലോസ് ഒക്കെ വേറെ വെണ്ടി ദേവ്ലോസ് വേറെ വെണ്ടി കയറി പോയി. എല്ലാരും ഒരുമിച്ച് ഇനിയിപ്പോ സ്കൂളാണ്. ഇതൊരു സ്കൂളാണ് ഗൈസ്. ഇവിടെ ആരെങ്കിലും പിടിക്കാൻ പറ്റുമായിരിക്കും. എന്റെ ഒരു അങ്ങോട്ടല്ല, തിരിച്ചാ സത്യം. ഇതാണ് ദേവളാസ് ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു കീ ഉണ്ട് ഗൈസ്. ഈ കീ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് ഗൈസ് ദേവളാസിനെ പിടിച്ച ശേഷം എന്റെ തൊട്ട് പറയാനാണ്. ഞാൻ നന്നായിട്ട് ഓടുന്നുണ്ട്. ജിം സയൻസ് അതാണ് ഗൈസ്. കീ എടുത്താലും കാര്യമില്ല, ഒറ്റ ഓട്ടത്തിന് വെക്കണം. കീ എടുത്ത് നമ്മളവിടെ കുറെ നേരം നിൽക്കും. എന്നാലും നോക്കി ഇവിടെ ദേവളോസിനെ വെയിറ്റ് ചെയ്യാം. ദേവളോസിനെ പിന്നെ പിടിച്ചു ഗായ്സ്. നമ്മളിവിടെ വളരെ പ്രോ ഗെയിമർ ആയതുകൊണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ വിചാരിച്ച് വീണ്ടും വരുമായിരിക്കും. ഇനിയിപ്പോ കുഴപ്പമില്ല. എന്തായാലും കീ ഒരു വട്ടം എടുത്താൽ പിന്നെ നമുക്ക് എടുക്കേണ്ട വരത്തില്ല. ഞാൻ വിചാരിച്ച് ഗായ്സ് ഈ ജനലിൽ കൂടെ ദേവളോസിനെ കാണുന്നുണ്ട്. ഓക്കെ, എത്തിയിട്ടുണ്ട് ദേവളോസ്. ഇനി കുറച്ച് പോയി ഞാൻ പോയിട്ടില്ല, സൈഡിൽ കൂടെ പോയി ഗൈസ്. പ്ലേ ടൈം ആണ്. ഭയങ്കര വലിയ സാധനമാണ്. സ്കൂളിന്റെ ആർട്ട് എന്തുവാ ഫിസിക്കൽ ആൻഡ് ആക്ടിവിറ്റീസിന്റെ ചാടി ഇവിടെ സംഭവം ഉണ്ട് ചാടുന്ന. എന്താണെങ്കിലും ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ എന്തോ ഒരു കൊള്ളാം. എന്റെ രണ്ടിലൂടെ അങ്ങ് പോയി.
എന്തോ എനിക്ക് കണ്ടിട്ട് ആ. പക്ഷെ ഞാൻ ഇവിടെ എത്തി. ഇത് കിട്ടി ചെക്ക് പോയിന്റ് അങ്ങോട്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ ഇവിടെ എത്തിയില്ല, പക്ഷെ ഇവിടെ കിട്ടി മറുമായം. എന്തായാലും നല്ല ഓ, ഇവിടെ ഭാഗ്യം ഭയങ്കര പാടാ. അയ്യോ ഓക്കെ. കുഴി കൂടെ പോയിട്ട് കൊള്ളാം. ഞാനും പോയിട്ടുണ്ട്, കിട്ടിയല്ലോ, പുറകെ തന്നെ ഞാനും പോയിട്ടുണ്ട്. കിട്ടിയല്ലോ. യെസ്, ഞാൻ കേറിയിട്ടുണ്ട്. ഇവിടെ ഏണി പോലെ ഓക്കെ, ജസ്റ്റ് മിസ്സായിരുന്നു. ഞാനിപ്പോ പോയേനെ. ഇവിടെ കൊറേ ഇത് പഞ്ചിങ് ബാഗ് കൊടുത്തിട്ടുണ്ട്. തട്ടല്ല, എന്നെ തട്ടിയാ പണിയാ. ഗൈസ് എനിക്ക് പേടിയാണ്. ഇത് കൊള്ളാം, നൈസ്. ഇതിനകത്ത് നമ്മൾ പിടിക്കണം. ഓ വാ, വണ്ടർഫുൾ. ഇതിനകത്തൂടെ നമുക്ക് ഇങ്ങനെ ഒരു റൈഡ് കിട്ടും. റൈഡ് ഇതിൽ കൂടെ ചാടി നമ്മൾ അങ്ങോട്ട് പോണം. അങ്ങനെയാണ്. എന്തോ സ്റ്റാപ്പയർ പിൻ പോലത്തെ സാധനമാണ്, അതിൽ കൂടെയാണ് നമ്മൾ ചാടി ചാടി പോകുന്നത്. നമ്മള് പെട്ടെന്ന് ജസ്റ്റ് മിസ് ആയിട്ട് ടൈം പെട്ടെന്ന് കളിച്ചു തീർക്കാനാണ് നോക്കുന്നത്. ഇപ്പൊ എന്തായാലും സെറ്റ് മിസ് ആയിട്ടുണ്ട്. നമ്മൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ബാസ്കറ്റ് ബോൾ ഉണ്ട്. എന്നിട്ട് മണ്ടയ്ക്ക് വിടണോ? മനസ്സിലായി. ഞാൻ അല്ലാതാക്കുവാണ്. എന്റെ വിഷൻ അല്ലാതാക്കി. എന്നാലും നമുക്ക് അല്ലാതാവത്തില്ല ഗൈസ്. ആവും നമ്മുടെ ഗൈസ് നമുക്ക് ആവും. പക്ഷെ അതിനെക്കാട്ടും നല്ലത് എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നു. അല്ല, ഇത് എടുക്കുമ്പോ മറ്റേതാവും. മാറ്റാൻ പറ്റും. ഞാൻ മാറ്റി നോക്കി, പക്ഷെ കൊള്ളത്തില്ല. ഇവിടെ ഇങ്ങേര് വരുന്നുണ്ട്. ഇങ്ങനെ പുറത്തുണ്ട്. വണ്ടിക്ക് സ്പീഡൊന്നും ഇല്ല ഗൈസ്. വണ്ടിക്ക് സ്പീഡില്ലാത്ത. ഓക്കെ, ഞാൻ വിചാരിച്ചത് അങ്ങോട്ടും ഇങ്ങനെ പോകത്തേ ഉള്ളു. അതിന് ബാത്റൂമിലൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പിടിച്ചപ്പോ ബാത്റൂമിൽ എങ്ങോട്ട് പോകണ്ട. ബാത്റൂമിൽ പോയിട്ട് കാര്യമില്ല. അയ്യോ, ഞാന് ബാത്റൂമിൽ പോയിട്ടാണ് എന്നെ പിടിച്ചത്. സത്യം, അവിടെ ഒരു സ്വിച്ച് പോലെ കൊടുത്തപ്പോ ഞാൻ വിചാരിച്ച് അതിലേക്കൂടെ ആയിരിക്കും കേറണ്ടേന്ന്. കൊറേ വഴികൾ നമ്മൾ പോകുന്നുണ്ട്. ദേവളോസ് എന്റെ പുറകെ തന്നെ ഉണ്ട്. ദേവളോസിനെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. കഫറ്റേരിയ. പക്ഷെ ഇത് തുറക്കാൻ പറ്റില്ലല്ലോ. ഞാനും പുറകെ തന്നെ ഉണ്ട്. കൊള്ളാം. ഇവിടെ നല്ല സ്പീഡാണ്. ഇങ്ങർക്ക് ഭയങ്കര സ്പീഡാണ്. ദേവളോസ് എത്തി. എവിടെ സ്വിച്ച് കൊള്ളാം. എവിടാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാത്റൂമിലോട്ട് മാത്രമേ നമുക്ക് ബാത്റൂം മാത്രമേ തുറക്കാൻ പറ്റുന്നുള്ളൂ. ബാത്റൂം മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുന്നുള്ളൂ. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിനകത്തുണ്ട് ഗോ സ്ലോ ടു ഗോ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചപ്പോൾ എന്താ ഗായ്സ് തന്നെ ബാത്റൂം തന്നെ. മണ്ടയ്ക്കൂടെ ചാടി പോകാൻ പറ്റുമോ? യെസ് ഗായ്സ്, ദേവസ് പറഞ്ഞായിരുന്നു മണ്ടയ്ക്കൂടെ ഒരു വെന്റ് ഉണ്ടായിരുന്നു. നമ്മളെ ശ്രദ്ധിച്ചില്ല. നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയും ബാസ്കറ്റ് ബോളിന്റെ ഒരു പണിയാണ്. പക്ഷെ ഇത് ഇങ്ങോട്ട് എറിയണം. ഈസിയാണ് നമ്മൾ കൊടുത്തത്, എന്നാലും അത്യാവശ്യം ആടുണ്ട്. എനിക്ക് എപ്പോഴേ അറിയാം, മനസ്സിലായി. നമ്മള് നേരത്തെ ഓബീസൊക്കെ കളിച്ചത് കൊണ്ട് നേരത്തെ ഓബീസ് കളിച്ച ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഒരു ഊഹം കാണുമല്ലോ. അത് അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ ദേവളോസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ത്രോ ചെയ്യാം. സിമ്പിളാണ്, ഇതൊക്കെ സിമ്പിളാണ്. ഞാനിതൊന്ന് സൂമൗട്ട് ആക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നേരെ പോവാം. ദേവളോസ് ഒക്കെ അങ്ങ് എത്തി, അവിടെ എത്തിയിട്ടുണ്ട്. മണ്ടയ്ക്കൂടെ നോക്കണ്ടോ? സെറ്റ് ലേസറിന്റെ ഒരു സംഭവമുണ്ട്. സെറ്റാണ്. ഓക്കെ, നമ്മൾ മണ്ടയ്ക്കോട് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറേമാരൊക്കെ ഇങ്ങനെ കഷ്ണമായി പോകുന്നുണ്ട്. മണ്ടയ്ക്കോട്ട് ഇരിക്കുകയാണ്. ദേവളോസിനെ ഞാൻ എന്താണ്ട് കാണുന്നുണ്ട്. പക്ഷെ ഇത് ഇതിലേക്കൂടെ പോകണ്ടെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. ദേവളോസ് ഭയങ്കരമായിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഞാൻ അത്ര ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ദേവളോസ് വേണ്ടി പോകുന്നുണ്ട്. ഇതിലൊന്നുമല്ല. ഇത് നമുക്ക് മനസ്സിലാവത്തില്ല. വെന്റിന്റെ വഴി ഒത്തിരി താഴ്ത്തു പോയി. വെന്റിന്റെ വഴി എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാവത്തില്ല. അവന്മാര് പോകുന്ന സ്ഥലത്തോട്ട് നമ്മളങ്ങ് കുറേയൊക്കെ പോവാണ്. കൊറേ നേരം ഉണ്ടായിരുന്നു വെന്റ്. എനർജി ഡ്രിങ്ക് സ്പീഡ് ഭയങ്കരമായിട്ട് കൂടും. മറ്റേ നമുക്ക് വേറെ എസ്കേപ്പ് ഉണ്ട്, നമ്മുടെ ബാരി പ്രസന്റ്. അതിനകത്ത്
ബാഡി പ്രസന്റ് ഇത് സെയിം ഇത് തന്നെ ഉണ്ട്. അതിന് കളിക്കണമെങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ കളിക്കുന്നതായിരിക്കും ഭാര്യ പ്രസന്റ്. ഇത് ഭയങ്കര പാടാണ്. ഇത് ഭാര്യ പ്രസന്റിനെക്കാളും ചെറുതായിട്ട് പാടുണ്ട്. അല്ല ചെറുതായിട്ടല്ല, നല്ല പാടുണ്ട്. പിന്നെ വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം തൊട്ടാവും, അതാണ് വലിയ പ്രശ്നം. സത്യം ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ജസ്റ്റ് മിസ് ഗൈസ്. എനിക്ക് സ്പീഡ് പേടിയാണ്. മീൻസ് നമുക്ക് മരിക്ക് പോവാം. ഒത്തിരി ഉണ്ട് ഇത് ഒത്തിരി ചടി. മീൻസ് എനിക്ക് തോന്നുന്നു അവിടെ ടെക്നിക്ക് ഉണ്ട്. മഞ്ഞ ലൈൻ വരുമ്പോഴത്തേക്കും ചാടും. അതാണ് നമ്മുടെ. ഞാൻ മഞ്ഞ ലൈനിൽ പോയി നിന്നിട്ട് ചാടും. പിന്നെ ഇത് കുറച്ചേരെ കഴിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞ ലൈൻ വരുന്നില്ല, ഇടയ്ക്കിടയ്ക്കുണ്ട്. ഓ എവിടെയാ ദേവ്ലോസ്? ദേവ്ലോസ് ആണ് എൻ്റെ അടുത്തുണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ അങ്ങോട്ട് ചാട്ടും. ഇത് എനിക്ക് പേടിയാണ് എങ്ങനെ പോയല്ലോ. ഇത് ആദ്യം തൊട്ടാ. ഓക്കെ ദേവ്ലോസ് സൂമോട്ടായി കളിച്ചാലേ ഇനി കളിക്കാൻ പറ്റും. അതാണ് നമുക്ക് എന്തായാലും നന്നിട്ട് സൂമോട്ടാക്കാം. പക്ഷെ എനിക്ക് അത്ര പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ സൂമോട്ടാക്കാതാണ് കളിക്കുന്നത്. കൊള്ളാം. നമ്മളവിടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ അവിടെ തീർന്നിട്ടില്ലായിരുന്നു. അതിന്റെ സ്പീഡ് ഇതൊന്നും ഉപയോഗിക്കുന്നതേ ഇല്ല, ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്പീഡിലാണ് ഗായ്സ്. എന്താ അറിയാവോ, സ്ഥലമൊന്നും മനസ്സിലാവത്തില്ല. ഗായ്സ് നമുക്ക് ഞാൻ ലാസ്റ്റ് ചെന്നപ്പം അവിടെ ഒന്നുമില്ല. അവിടെ സിമ്പിളായിട്ട് നമുക്ക് പോവാം. അവിടെ ഒന്നുമില്ല. നമ്മൾ നേരെ ചെന്ന് അങ്ങോട്ട് ഒരു കയറ്റം പോലെ ഇപ്പൊ കയറ്റം കഴിഞ്ഞ് പോകുന്നത് നമ്മളവിടെ എത്തി. അടുത്ത ഇതിലോട്ട് എത്തിയെന്ന് വിചാരിച്ചു. അങ്ങനൊന്നുമില്ല, അത്രയ്ക്ക് സ്ലോ ഒന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അവിടെ വിചാരിച്ചാ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ എന്റെതാണ് വിചാരിച്ചത്. പക്ഷെ നേരത്തെ അതുപോലെ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. ഓ വരാം. മടങ്ങ് കണ്ട. ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു അത് അവിടെ എന്റെ അടിക്കുന്നു, പക്ഷെ എന്റെ പോകുന്നുണ്ട്. വേറെ ആള് നമ്മളെ റേസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാരണം പോകുന്നില്ല. ഇപ്പൊ റേസ് തുടങ്ങി. സ്പീഡ് ബൂസ്റ്റർ ഒക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് അതിലേക്കൂടെ ഒക്കെ പോവാം. പക്ഷെ ഈ ഒരു സാറിനാണ് ഞാനും ഫസ്റ്റ് എത്തി. ഇപ്പൊ എന്താ ഗായ്സ്, ഉണ്ട് ആ സാറ് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഗായ്സ് ഒത്തിരി ഫ്രണ്ടിൽ പോയി ആ സാറ്. നമ്മളിനി എങ്ങനെ തോപ്പിക്കും? നമ്മൾ എന്തൊക്കെ വേണമെങ്കിലും ഫസ്റ്റ് എത്തണം ഗൈസ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എത്തണമെന്നില്ല, പക്ഷെ ഇത് അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര സ്പീഡ്. അങ്ങേർക്ക് ഭയങ്കര സ്പീഡാണ്, അങ്ങയുടെ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെക്കാളും കൊള്ളാം. ഞാൻ വിചാരിച്ച അതിലേക്കൂടെ പോകാം. അപ്പൊ നമ്മളത് ചത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെയും അല്ലല്ല ഗൈസ്, പിന്നെയും നമ്മൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാം. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇത്തിരി സ്പീഡില്ല. സ്പീഡ് ബൂസ്റ്റർ കിട്ടിയിട്ട് പരിപാടിയില്ല. പക്ഷെ ആദ്യത്തെ സ്പീഡ് ബൂസ്റ്റർ നമ്മൾ ഫസ്റ്റ് എത്തും. ആ ഒരു ഫസ്റ്റ് നമ്മൾ പിന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇടിച്ചിടും. പക്ഷെ അവനെ പുറകിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊള്ളാം ഗൈസ്. നമ്മൾ നമുക്കെന്നാ അവനെ തട്ടിടാൻ പറ്റുമോ? ആണ് പ്രശ്നം. അവന് പറ്റും, നമുക്ക് പറ്റത്തില്ല. അവന് ഭയങ്കര സ്പീഡാണ് ഗൈസ്. ആദ്യത്തെ സ്പീഡ് ബൂസ്റ്ററിൽ പോലും എനിക്ക് അവനെ പൊട്ടിക്കാൻ പറ്റിയില്ല. അവന് നല്ല സ്പീഡുണ്ട്. അവനെ തട്ടാതെ എങ്ങനെയും സൈഡിൽ കൂടെ പോകണമെന്നതാണ് എൻ്റെ ഏക ലക്ഷ്യം. കേറാൻ പറ്റും. ഇത് അത്യാവശ്യം ഒരു പാടുള്ള ഒരു ഗെയിമാണ്. ഞാനവനെ ഫസ്റ്റ് ആക്കിയില്ല, ഞാൻ ഫസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. ആ ഒരു കുഴിയായിരുന്നു ഞാൻ അറ്റം വരെ ചെന്ന്, പക്ഷെ ഞാൻ ലോസ്റ്റ് ആയി, തോറ്റുപോയി. ഈ വട്ടം കണ്ടോണം എനിക്കൊന്ന്. ഞാൻ അറ്റം എത്തി, അതും ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്. ഇല്ല ഗായ്സ്, കഴിഞ്ഞില്ല. യെസ്, ഇപ്പോഴാണ് ഗായ്സ് കഴിയുന്നത്. ഞാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം വന്നിട്ടുണ്ട്. ഇതിലേക്കൂടെ എങ്ങനെയാ പോകുന്നത്? ഇതിലേക്കൂടെ കയറാൻ പറ്റുമോ? യെസ് ഗായ്സ്, നമുക്കിത് കളിക്കണമെങ്കിൽ നമുക്ക് കളിക്കാൻ മാത്രം അറിഞ്ഞാൽ അവസാനം വരെ. ഗായ്സ് ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇവിടം വെച്ച് നമ്മളോട് നിർത്താണ്. അപ്പം
എന്താണെങ്കിലും എല്ലാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.